ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ഇങ്ങോട്ട് അടുത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പം ക്രിസ്മസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കൊല്ലത്തെ 10ാം ക്ലാസ്സിലെ രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി അല്ലേ. മാർക്ക് എത്രയുള്ളത്? ഓരോന്നിനും 1 വീതമാണ് മാർക്കുള്ളത് കേട്ടോ. ഫസ്റ്റ് വണ് ദ്രവീകൃത അമോണിയ. അതിന് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ അറിയപ്പെടുന്നത്? ലിക്വിഡ് അമോണിയ ആണ് കേട്ടോ. ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ആൽക്കലൈൻ കുടുംബത്തിന്റെ ആദ്യ അംഗം ഏതാണ്? C2H2 ആണ് കേട്ടോ. ലാന്തനോടുകളിൽ അവസാന ഇലക്ട്രോൺ ചേരുന്നത് ഏത് സബ്ഷെല്ലിലാണ്? ഏതാണ് ലാന്തനോടുകളിൽ? ഏതാണ്? F ആണ് കേട്ടോ. അപ്പോൾ ഈ സബ്ഷെല്ലാന്ന് ചോദിച്ചാൽ ഏതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്? 3s ഉണ്ട്, 3p ഉണ്ട്, 5f ഉണ്ട്, അതേപോലെ ഏതാണുള്ളത്? 4f ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എത്തുന്നത് 4fലേക്കാണ് എത്തുന്നത്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന ഇരുമ്പിൻ്റെ ധാതു ഏതാണ്? അയൺ ആണ് കേട്ടോ. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന ഏതാണ്? അയൺ പൈററ്റ്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഇരുമ്പ് വളയത്തിൽ സ്വർണം വൈദ്യുത ലേപനം ചെയ്യുമ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? ഏതിലേക്കായിരുന്നു ബന്ധിപ്പിച്ചിരിക്കുന്നത്? സ്വർണത്തിലേക്കാണ് കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് കിടപ്പുണ്ട്, നന്നായിട്ട് നോക്കി പോണേ ഈ പോർഷനൊക്കെ. അതായത് 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. എത്ര മാർക്ക് വീതമാണ്? 2 മാർക്ക് വീതമാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കിക്കേ. എക്സ് എന്ന മൂലകം 3D സബ്ഷെല്ലിലാണ് 2 ഇലക്ട്രോണുകൾ ഉണ്ട്. 3Dയിൽ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 2 എണ്ണം ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം പ്രതീകം യാഥാർത്ഥ്യമല്ല. എക്സിൻ്റെ പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പോൾ എങ്ങനെ വരും? 1s2 2s2 പിന്നെ ഏതാണ്? 2p6 ദെൻ അടുത്തേതാണ്? 3s2 വരും അല്ലേ. 3s2 വരും. പിന്നെ എന്താണ്? 3p6 പിന്നെ 3Dയിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 എണ്ണം. 3Dയിൽ 2 എണ്ണം ആണെങ്കിൽ ഏതിലോട്ടൂടെ പോയിട്ടുണ്ടാവും? 4s2 പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇത്രയുമാണ് അതിൻ്റെ സബ്ഷെൽ വരുന്നത്. എക്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുക. സിമ്പിളാണ് അല്ലേ. എക്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ഇവിടെ ഏതാണ് വലിയ സംഖ്യ? 3 ആണോ 4 ആണോ? 4 ആണ്. അപ്പോൾ ഏതായിരിക്കും? 4 ആയിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അടുത്ത് നോക്കിക്കേ. നൽകിയിരിക്കുന്ന ഘടന വിശകലനം ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഘടന എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? വിശകലനം ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സംയുക്തത്തിൻ്റെ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? മുഖ്യ ചെയിൻ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ഇവിടുത്തെ മുഖ്യ ചെയിൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 ഇത് 3 വരും കേട്ടോ. ഇത് 3 4 5. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട് കേട്ടോ. മുഖ്യ ചെയിനിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അടുത്തത് ഈ സംയുക്തത്തിൻ്റെ പേര് എഴുതുക. ഈ സംയുക്തത്തിൻ്റെ പേരെന്താ വരുന്നത്? ഇതിന് വന്നേക്കുന്നത് 3 എന്ന നമ്പറാണ് അല്ലേ. അപ്പം 3 പിന്നെ ഒരു വരയിടുക. പിന്നെ ഏതായിരിക്കും? ചെയിൻ വന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചേർത്തു? മീഥൈൽ എന്ന് ചേർത്തു അല്ലേ. മീഥൈൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 5 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. ഏകബന്ധനമാണ് അല്ലേ. അപ്പം മീഥൈൽ എന്ത് വരും? പെൻറ്റെയിൻ എന്ന് വരും കേട്ടോ. മീഥൈൻ പെൻറ്റെയിൻ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന അയോണുകൾ ഏതെല്ലാം? അപ്പോൾ ഏതൊക്കെയായിരുന്നു സോഡിയം ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന അയോണുകൾ എന്ന് പറയുന്നത്? Na+ഉം അതേപോലെ Cl- കേട്ടോ. ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണ വേളകളിൽ കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതുക. സിമ്പിളാണ് അല്ലേ. ഏതായിരുന്നു രാസമവാക്യം എന്ന് പറയുന്നത്? Na+ 1 ഇലക്ട്രോൺ അല്ലേ. പിന്നെ എന്തായിട്ട് മാറുന്നു? Na ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. CuSO4 ലായനിയിൽ ഒരു സിങ്ക് തണ്ട് അല്പസമയം ഇട്ട് വെക്കുക. സിങ്ക് തണ്ടിൻ്റെ ഉപരിതലത്തിൽ എന്ത് നിറമാറ്റമാണ് കാണാൻ പറ്റുന്നത്? ഇത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് നിറമാറ്റമായിരുന്നു കാണാൻ പറ്റുന്നത്? ലായനിയിലെ Cu2+ അയോണുകൾ എന്തായിട്ട് മാറുന്നു? Cu ആറ്റങ്ങളായിട്ട് എവിടെ പോയി പറ്റിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്? സിങ്ക് തണ്ടിൽ അല്ലേ. Cu ആറ്റമായിട്ട് സിങ്ക് തണ്ടിൽ വന്ന് പറ്റിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എഴുതി വെക്കണേ. എന്താണ്? Cu ആറ്റങ്ങൾ Cu2+ അയോണുകൾ Cu ആറ്റമായിട്ട് സിങ്ക് തണ്ടിൽ വന്ന് പറ്റിപ്പിടിക്കുന്നു. CuSO4 ലായനിയുടെ നീല നിറം മങ്ങുന്നതിന് കാരണം എന്ത്? അപ്പോൾ എന്താണ് നീല നിറം മങ്ങുന്നതിന് കാരണം എന്ന് പറയുന്നത്? Cu2+ അയോണുകളാണ് നീല നിറത്തിന് കാരണം. അത് എന്തായിട്ട് മാറുന്നുണ്ട്? Cu2+ അയോണുകൾ Cu ആറ്റമായിട്ട് സിങ്ക് തണ്ടിൽ കൊണ്ടുപോയിട്ട് പറ്റിപ്പിടിക്കുന്നത് കൊണ്ടാണ് നീല നിറം മങ്ങുന്നത് അല്ലേ. Cu2+ അയോൺസ് ആണ് എന്ത്? നീല നിറത്തിന് കാരണം അല്ലേ. അതെന്തായിട്ട് മാറുന്നുണ്ട്? നിറത്തിന് കാരണം. ഇതെന്തായിട്ട് മാറുന്നുണ്ട്? Cu
CO ആറ്റമായിട്ട് മാറുന്നുണ്ട് അല്ലേ. CO ആറ്റമായിട്ട് എവിടെ പോയി പറ്റിപ്പിടിക്കുന്നു? സിങ്കിൽ പോയി പറ്റിപ്പിടിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നീല നിറം മങ്ങുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവേ. സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് നിർമ്മിക്കുന്നതിന് ഒരു മാർഗം നിരീക്ഷിക്കുക. എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഏത് മാർഗ്ഗമാണ്? ഗാഢ സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള ഒരു 10ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എന്തായിരുന്നു മാർഗം എന്ന് പറയുന്നത്? എന്താണ്? ഒരു മാർഗം നിരീക്ഷിക്കുക. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുമായുള്ള പ്രവർത്തനം ഒരു മാർഗ്ഗമാണ് കേട്ടോ. ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. NaCl എന്ത് ചെയ്യുന്നു? H2SO4 പ്രവർത്തിച്ച് NaHSO4 അതേപോലെ HCl മാറുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് അല്ലേ. 11ാമത്തെ ക്വസ്റ്റ്യൻ 4 ഉത്തരം എഴുതണം. എത്ര മാർക്ക് വീതമാണ്? 3 മാർക്ക് വീതമാണ് അല്ലേ. ഇരുമ്പ് നിർമ്മിക്കുന്നതിന് ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചിട്ടാണ്. ശരിയാണല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ വ്യവസായ നിർമ്മാണ വേളയിൽ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേരുന്ന പദാർത്ഥങ്ങൾ എന്തെല്ലാം? അപ്പം നമ്മൾ ഇരുമ്പിൻ്റെയൊക്കെ നിർമ്മാണം നന്നായിട്ട് നോക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളേ. ഏതൊക്കെയാണ്? ഹെമറ്റേറ്റ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് വണ് ഹെമറ്റേറ്റ്. അടുത്തെന്താണ്? ചുണ്ണാമ്പ് കല്ല് കേട്ടോ. ചുണ്ണാമ്പ് കല്ല്. അടുത്തത് കോക്ക്. അടുത്തത് കോക്കാണ് കേട്ടോ. ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സികാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏതാണ്? നിരോക്സികാരിയായിട്ട് പ്രവർത്തിക്കുന്ന സംയുക്തം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. ഇതിൻ്റെ സ്ലാങ് രൂപീകരണത്തിൻ്റെ സമവാക്യം എഴുതുക. അതൊക്കെ പ്രത്യേകം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ട് രൂപീകരണങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണേ. CaO+, പിന്നെ എന്തായിരുന്നു? SiO2 ആണ് അല്ലേ. SiO2 ഗീവ്സ് എന്താണ്? Ca സ്ലാങ് ഉണ്ടാകുന്നത് അല്ലേ. SiO3 ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേ. 12ാമത്തെ ക്വസ്റ്റ്യൻ. വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എഴുതുക. ഏതായിരുന്നു ഊർജ്ജമാറ്റം എന്ന് പറയുന്നത്? നമ്മുടെ വൈദ്യുത ഊർജ്ജം എന്തായിട്ട് മാറുന്നു? വൈദ്യുത ഊർജ്ജം ഏത് ഊർജ്ജമായിട്ടാണ് മാറുന്നത്? രാസോർജ്ജമായിട്ടാണ് മാറുന്നത് കേട്ടോ. ഓർത്ത് വെക്കണേ, മാറിപ്പോകരുത് കേട്ടോ. വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നു. വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഏതെങ്കിലും 2 പ്രായോഗിക ഉപയോഗങ്ങൾ എഴുതുക. ഏതൊക്കെയായിരുന്നു പ്രായോഗിക ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്? ലോഹ നിർമ്മാണം ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ഏതെഴുതാം? ലോഹ നിർമ്മാണം. പിന്നെ വേറെ ഏതാ പറയാൻ പറ്റുന്നത്? ലോഹ നിർമ്മാണം പറയാം, ലോഹ ശുദ്ധീകരണവും പറയാം കേട്ടോ. ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ മതി. ലോഹ ശുദ്ധീകരണവും നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയല്ലോ. 13ാമത്തെ. C2H4, C3H6, C4H8 എന്നിവ ഒരു ഹൈഡ്രോ കാർബൺ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ സംയുക്തത്തിലെ ഏത് ഹൈഡ്രോ കാർബൺ കുടുംബത്തിൽ പെടുന്നു? ആൽക്കൈൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ആൽക്കീൻ ആണ് കേട്ടോ. ഈ സംയുക്തങ്ങളെ ഒരു ഹോമോലോഗ സീരീസിലെ അംഗങ്ങളായി ഉൾപ്പെടുത്തുന്നതിന് 2 കാരണങ്ങൾ എഴുതുക. അപ്പോൾ എന്താണ് 2 കാരണങ്ങൾ? ഏതൊക്കെ എഴുതാം? ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യതിയാനം കാണിക്കുന്നു അല്ലേ. ഭൗതിക ഗുണങ്ങൾ എന്താണ്? ക്രമമായിട്ട് ഇവർ വ്യതിയാനം കാണിക്കുന്നുണ്ട്. അംഗങ്ങൾ രാസഗുണത്തിൽ എന്ത് ചെയ്യുന്നു? സാമ്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കാണാണ്ട് പഠിച്ചു വെക്കണേ. അപ്പോൾ എന്താണ്? രാസഗുണത്തിൽ സാമ്യം കാണിക്കുന്നു അല്ലേ. അത് എഴുതാം. രാസഗുണത്തിൽ സാമ്യം. സാമ്യം എന്ന് എഴുതാം കേട്ടോ. രാസഗുണത്തിൽ സാമ്യം കാണിക്കുന്നുണ്ട്. വേറെ ഏതാ എഴുതാൻ പറ്റുന്നത്? ഭൗതിക ഗുണങ്ങൾ ക്രമമായ വ്യതിയാനം കേട്ടോ. ക്രമമായ വ്യതിയാനം ഭൗതിക ഗുണത്തിൽ കേട്ടോ. ഭൗതിക ഗുണത്തിലാണ് ക്രമമായ വ്യതിയാനം. ഗുണത്തിൽ ക്രമമായ വ്യതിയാനം നടത്തുന്നു കേട്ടോ. വ്യതിയാനവും നമുക്കിവിടെ കാണാൻ പറ്റും. തന്നിരിക്കുന്ന രാസസമവാക്യം വിശകലനം ചെയ്യുക. ഉണ്ടായ കറുത്ത നിറത്തിലുള്ള പദാർത്ഥം ഏത്? ഇത് ആലോചിക്കാനില്ല അല്ലേ. ഉണ്ടായ കറുത്ത നിറത്തിലുള്ള പദാർത്ഥം എന്ന് പറയുന്നത് ഏതാണ്? കാർബൺ ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഏത് ഗുണമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്? ഏതാണ്? നിർജ്ജലീകാരി എന്ന് പറയുന്ന ഗുണമാണ് കേട്ടോ. നിർജ്ജലീകാരി എന്ന് പറയുന്ന ഗുണമാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ലവണങ്ങൾ സാധാരണയായി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ അറിയപ്പെടുന്നത്? സൾഫേറ്റ് ആണ് കേട്ടോ. ഏത് പേരിൽ അറിയപ്പെടുന്നത്? സൾഫേറ്റ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവേ. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? STPയിൽ സൂക്ഷിച്ചിരിക്കുന്ന 1 മോൾ ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം എത്രയാണ്? എത്രയായിരുന്നു വ്യാപ്തം എന്ന് പറയുന്നത്? 22.4 ലിറ്റർ ആണ് കേട്ടോ.
അടുത്ത നോക്കിക്കേ, STP സൂക്ഷിച്ചിരിക്കുന്ന 64 ഗ്രാം, 64 ഗ്രാം എന്ന് പറയുമ്പോൾ 24 നേരെ 24.4 നേരെ എടുത്താൽ പോരെ. അപ്പോൾ എത്രയാണ്? 44.8 ലിറ്റർ കേട്ടോ. അതിൻ്റെ വാതകത്തിൻ്റെ വ്യാപ്തം ചോദിച്ചേക്കുന്നത്. 64 എന്ന് പറയുമ്പോൾ നേരെ ഇരട്ടി അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ എത്ര വരുന്നത്? 44.8 ആയിരിക്കും അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ക്വസ്റ്റിനോട്ട് പോവേ. നിത്യജീവിതത്തിൽ വളരെയധികം ഉപയോഗമുള്ള ഒരു ലോഹമാണ് അലുമിനിയം. നമുക്കറിയാവുന്നതല്ലേ, അലുമിനിയം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപയോഗങ്ങളുള്ളൊരു സാധനമാണ്. 16ാമത്തെ ക്വസ്റ്റിനാണ് അല്ലേ. അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒരു മാർക്കിനും ചോദിച്ചു കാണലുണ്ട്. ഏതാണ്? ബോക്സൈറ്റ് ആണ് കേട്ടോ. അലുമിനിയത്തിൻ്റെ അയിര് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. നെക്സ്റ്റ് അടുത്തതാണ്, അലുമിനിയം അയിരിനെ സാന്ദ്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ലായനി ഏതാണ്? NaOH ആണ് കേട്ടോ. NaOH ആണ് ഉപയോഗിക്കുന്നത്. അലുമിനിയ വൈദ്യുത വിശ്ലേഷണ സമയത്ത് അതിൽ ക്രയോലൈറ്റ് ചേർക്കുന്നതിന് കാരണം എന്തിനാണ്? ദ്രവണാങ്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദ്രവണാങ്കം കുറയ്ക്കാനാണ് കേട്ടോ. അലുമിനിയം അയോണിൻ്റെ നിരോക്സീകരണ സമവാക്യം എഴുതുക. അപ്പോൾ ഏതാണ് നിരോക്സീകരണ സമവാക്യം എന്ന് പറയുന്നത്? Al3+3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് എന്തായിട്ട് മാറുന്നു? Al ആയിട്ട് മാറുന്നു കേട്ടോ. അതാണ് അതിൻ്റെ സമവാക്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 17ാമത്തെ ക്വസ്റ്റിനെ. സന്തുലനാവസ്ഥയിലുള്ള 2 വ്യൂഹങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. ഇവയിൽ മർദ്ദത്തിന് സ്വാധീനമില്ലാത്ത പ്രവർത്തനം ഏതാണ്? അപ്പോൾ മർദ്ദത്തിന് സ്വാധീനമില്ലാത്ത പ്രവർത്തനം ഏതാണെന്ന് വെച്ചാൽ ഈ പ്രവർത്തനമാണ് എന്തിന് സ്വാധീനമില്ലാത്തത്? മർദ്ദത്തിൻ്റെ സ്വാധീനമില്ലാണ്ട് നടക്കുന്നത് കേട്ടോ. ഈ രാസപ്രവർത്തനത്തിൽ മർദ്ദത്തിന് സ്വാധീനമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഭികാര ഉൽപ്പന്ന തന്മാത്രകളിൽ എണ്ണത്തിന് വ്യത്യാസമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ അഭികാര ഉൽപ്പന്നം എന്താണ്? തന്മാത്രയിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ആര് സ്വാധീനിക്കാത്തത്? മർദ്ദത്തിന് പ്രത്യേകിച്ച് സ്വാധീനമൊന്നും ഇല്ലാത്തത്. അടുത്തത്, രാസപ്രവർത്തനം ഒന്നിൽ താഴെ പറയുന്ന ഘടകങ്ങൾ ഉൽപ്പന്നത്തിൻ്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? താപനില കൂട്ടുന്നു. താപനില കൂട്ടുമ്പോൾ എന്താ ചെയ്യുന്നത്? ഉൽപ്പന്നത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഉൽപ്പന്നം കുറയുന്നു അല്ലേ. ഉൽപ്പന്നം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനി അടുത്തത്, നൈട്രജൻ്റെ അളവ് കൂട്ടുന്നു. ഇവിടെ നൈട്രജൻ്റെ അളവ് കൂട്ടിയാൽ ഉൽപ്പന്നത്തിന് എന്താ സംഭവിക്കുന്നത്? ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടും. ഉൽപ്പന്നത്തിൻ്റെ അളവ് എന്താ ചെയ്യുന്നത്? കൂടുന്നു കേട്ടോ. ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടുന്നു. അടുത്തത്, ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ സമവാക്യം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന റിഡോക്സ്. ഗാൽവാനിക് സെല്ലിൻ്റെ ആനോഡ് ഏത്? സിങ്കും ഉണ്ട്, സിയും ഉണ്ട് അല്ലേ. അപ്പോൾ ആരാണ് ആനോഡ് എന്ന് പറയുന്നത്? സിങ്കാണ്. ഇവിടെ നൽകുന്ന ഓക്സീകരണ സമവാക്യം ജസ്റ്റ് ഒന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ് ഓക്സീകരണ സമവാക്യം? സിങ്ക് ഗീവ്സ് സിങ്ക് 2+ എന്താണ്? 2E ആണ് കേട്ടോ. ഇലക്ട്രോൺ പ്രവാഹത്തിൻ്റെ ദിശ എഴുതുക. പ്രവാഹത്തിൻ്റെ ദിശ എന്ന് പറയുന്നത് ഏതാണ്? ആനോഡിൽ നിന്ന് എങ്ങോട്ടാണ്? കാഥോഡിലേക്കാണ് കേട്ടോ. ആനോഡ് ടു എങ്ങോട്ടാണ്? കാഥോഡാണ് കേട്ടോ. ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക്. ഒരു ഗാൽവാനിക് സെല്ലിൻ്റെ വൈദ്യുതി തുടർച്ചയായ പ്രവാഹം ഉറപ്പുവരുത്തുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനം ഏത്? അപ്പം നമ്മളതിൻ്റെ വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്നുണ്ട് അല്ലേ. ഏതാണ്? തുടർച്ചയായ പ്രവാഹം ഉണ്ടാകാൻ നമ്മൾ എന്താ വരയ്ക്കുന്നത്? സാൾട്ട് ബ്രിഡ്ജ്. ഇവർ തമ്മിലൊരു ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് കേട്ടോ. ഏതാണ്? സാൾട്ട് ബ്രിഡ്ജ് ആണ്. സാൾട്ട് ബ്രിഡ്ജ് ആണ് കേട്ടോ. ഇനി അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ. സിങ്കിൻ്റെ ഒരു പ്രധാന അയിരാണ് ഏതാണ്? സിങ്ക് CO3 അല്ലേ. അടുത്തത്, ഈ അയിരിൻ്റെ പേരെഴുതാൻ. ഈ അയിരിൻ്റെ പേരെന്താണ്? കലാമിനാണ് കേട്ടോ. ഇത് കലാമിൻ. പിന്നെ അടുത്ത് കൊടുത്തിട്ടുണ്ട്, ZnCO3നെ ZnO ആയി മാറുന്നതിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെഴുതുക. കാൽസിനേഷൻ ആണ് കേട്ടോ പ്രക്രിയ. കാൽസിനേഷൻ. സിങ്ക് ലോഹം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? സ്വേദനമാണ് കേട്ടോ. സ്വേദനം. അടുത്തത്, ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ സിങ്കിൻ്റെ ഏത് ഗുണമാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഏത് ഗുണമാണ്? കുറഞ്ഞ താപനിലയാണ് പ്രയോജനപ്പെടുത്തുന്നത് കേട്ടോ. കുറഞ്ഞ താപനില. ഇനി 20, ചുവടെ കൊടുത്തിരിക്കുന്ന സമവാക്യം പൂർത്തീകരിക്കുക. ഇതെന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? പൂർത്തീകരിക്കാൻ. അപ്പോൾ ഇവിടെ CaOH2 ആണ് വരുന്നത് കേട്ടോ. ഇത് ഏത് നിർമ്മാണമായിരുന്നു? അമോണിയ നിർമ്മാണമാണ് കേട്ടോ.
ഒരു നനഞ്ഞ ചുമന്ന ലിറ്റ്മസ് പേപ്പർ അമോണിയ വാതകത്തിന് മുകളിൽ കാണിച്ചിരിക്കുന്നു. നിരീക്ഷണം എഴുതുക. ഏത് നിറമാകുന്നു? ചുമപ്പ് എന്തായിട്ട് മാറുന്നു? നീല. എന്താ കാരണം എന്തായിരുന്നു? ഇവിടെ ബേസിക സ്വഭാവം കാണിക്കുന്നു അല്ലേ, നീല നിറമാവുന്നു. ലാബോറട്ടറിയിൽ അമോണിയ തയ്യാറാക്കുമ്പോൾ ശോഷകാരമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതായിരുന്നു? നീറ്റുകക്കയാണ് കേട്ടോ. CaO ആണ്. അമോണിയ HCl പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? NH4Cl ആണ് കേട്ടോ. NH4Cl ഉണ്ടാകുന്നു. ഓക്കെ, അപ്പം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായെങ്കിൽ കമൻസുകളൊക്കെ അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.